എന്തായി പോയിട്ട്? ചേട്ടാ പോയിട്ട് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് ചേട്ടാ? കാര്യമില്ല, എല്ലാം ശരിയാവും. ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു കാറ്ററിംഗ് തുടങ്ങിയാലോ? ഹോംലി ഫുഡ്. സാറിയില്ല ചേട്ടാ, നമ്മുടെ വാടക കുട്ടികളുടെ പഠിത്തമല്ലേ നമുക്ക് നോക്കണ്ടേ? നമ്മുടെ ചെലവും കാര്യങ്ങളും, പിള്ളേരുടെ പഠിത്തം, റൂം റെന്റ്, ഇതൊക്കെ നമുക്ക് നോക്കണ്ടേ? നമുക്ക് പതുക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എന്താ വരുന്നത് നോക്കാം. ഞാനും കൊച്ചും കൂടെ പതുക്കെ ഓർഡറൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം. ഇവിടെ അടുത്തല്ലേ, പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ, അപ്പൊ സഹായത്തിന് ആരെങ്കിലും വിളിച്ചാലോ? എന്റെ കൂട്ടുകാരി ആശൻ അറിയത്തില്ലേ, അവള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കാം. നീ വന്നോ? ഞാൻ വന്നു. കുറെ നാളായില്ലോ കണ്ടിട്ട്. ഓ, എന്നാ പറയാനാ, അങ്ങനെ പോകുന്നു. നീ എന്താ ഈ മാസ്ക് ഒക്കെ വെച്ചോണ്ട് ഇറങ്ങിയിരിക്കുന്നത്? കൊറോണ കഴിഞ്ഞിട്ട് കാലം എത്രയായി? കൊല്ലിയറിയാം സമയത്തല്ലോ പറയാൻ. എന്നാ പറ്റി? കുടിക്കാണ്ടില്ലേ? എനിക്കൊന്നും വേണ്ട ഇപ്പൊ. ഞാൻ ചെറിയ തോതിലൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സഹായത്തിന് വിളിച്ചതാണ്. അത് തിരക്കായിപ്പോയി. സാരിയില്ല, നമുക്ക് കൂടെ. നീ മാസ്ക് വെച്ചോണ്ടിരിക്കുന്ന? മാസ്ക് കുറെ നാളായില്ലേ കണ്ടിട്ട്. നീ മാസ്ക് ഒരിക്കേ ചുണ്ടത്ത് എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊക്കെ ഒരു നീ എന്തിനാടി വിഷമിക്കുന്നത്? ഇതിനൊക്കെ പരിഹാരം നമ്മുടെ പ്രകൃതി തന്നെ ഉണ്ടല്ലോ. ഇത് നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്, ബീട്രൂട്ടിൽ നിന്ന്. ഇത് നീ ഡെയിലി നിന്റെ ചുണ്ടിൽ പരട്ടി നോക്കും, നല്ല മാറ്റം വരും. വേറെ ഒന്നും നീ പരട്ടാൻ പാടില്ല. ഒന്ന് ട്രൈ ചെയ്യാം. ചേട്ടാ, ഇത് ഇന്നത്തെ കളക്ഷനാണ്, നോക്കിക്കേ. കല്യാണത്തിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടോ? എത്രയും പേര് മതിയാവില്ല, രണ്ടാളും കൂടെ എടുക്കുന്നത്.